ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് ഫ്രണ്ടിൽ പ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പ് എങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാമെന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തുള്ള ജോർജറ്റിൻ്റെ ഈ ഒരു മെറ്റീരിയലാണ്. ലൈനിങ്ങിന് അയച്ചെടുത്തുള്ള ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്നും കട്ട് ചെയ്യേണ്ടതെന്നൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇതേ ലൈനിങ് ഇതേപോലെ നാലാക്കിയിട്ടൊന്ന് മടക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തുണിയൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ പേൽപ്പിണ്ണി ഞാൻ സൈഡിൽ കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഷോൾഡർ 6.5 ഇഞ്ചാണ്, അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ആം ഹോളും 6.5 ഇഞ്ച് തന്നെയാണ്, അപ്പോൾ അതും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് ഒരു എൽ ഷേപ്പ് പോലെ ഒന്ന് വരച്ചെടുക്കാം. ഇനി ചെസ്റ്റ് വരുന്നത് 9 ഇഞ്ചാണ്, അതിൻ്റെ കൂടെ 2 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ട് നമുക്ക് 11 ഇഞ്ചിൽ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് ഷേപ്പായിട്ട് വരുന്നത് 13 ഇഞ്ചിൽ ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തതിന് ശേഷം 7.5 ഇഞ്ചാണ് ഷേപ്പ് വരുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ 2 ഇഞ്ചും കൂടിയിട്ട് എക്സ്ട്രാ ആഡ് ചെയ്തതിന് ശേഷം 9.5 ഇഞ്ചിൽ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേസ്റ്റിൻ്റെ ഇടയ്ക്ക് വരുന്നത് ഒന്നെങ്കിൽ 19.5 അല്ലെങ്കിൽ 20 ഇഞ്ചിൻ്റെ ഇടയ്ക്കായിട്ട് എടുക്കാം കേട്ടോ. എന്നിട്ട് അവിടെ നമുക്ക് ഷേപ്പായിട്ട് വരുന്നത് 10 ഇഞ്ചാണ്. അതിന് കൂടെ ഞാൻ 2 ഇഞ്ച് എക്സ്ട്രാ ആയിട്ടിട്ട് 12 ഇഞ്ചും ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു 3 ഡോട്ടും ഇതേപോലെ ഒന്ന് വരച്ച് യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ആം ഹോൾ വരച്ചെടുക്കാനായിട്ട് ആ ഒരു എൽ ഷേപ്പിൻ്റെ കോർണറിൽ നിന്ന് 1 ഇഞ്ച് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ വരച്ചിരിക്കുന്ന ഒരു 6.5 ഇഞ്ചിൻ്റെ കറക്റ്റ് മിഡിലായിട്ട് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ അവിടെയും ഇതേപോലെ ഒരു ഡോട്ടൊന്ന് വരച്ചെടുക്കാം. ഈ ഒരു ആം ഹോൾ ഇതേപോലെ കറക്റ്റായിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ടോപ്പിൻ്റെ ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്തണം. അപ്പോൾ ഇതിൽ 40 ഇഞ്ചാണ് കേട്ടോ ഈ ഒരു ലൈനിങ്ങിന് കിട്ടുന്നത്. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ ഒരു കോർണറിനായിട്ട് ഇതേപോലെ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ വീതി ഇതുപോലെ കറക്റ്റായിട്ട് സെൻറ്ററായിട്ടൊന്ന് മടക്കി കൊടുത്തതിന് ശേഷം അവിടെ ഇതേപോലെ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ ഒരു 2 ഡോട്ടും കൂടിയിട്ട് ഇതേപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ടോപ്പിൻ്റെ സൈഡ് തൂങ്ങിക്കെടുക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിങ്ങനെ ആ ഒരു മാർക്കിങ്ങിലൂടെ തന്നെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് മാറ്റിയെടുക്കാം. കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് തന്നെ തുണി തെന്നി പോവാത്ത രീതിയിൽ കട്ട് ചെയ്ത് മാറ്റിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതിനതേ നമ്മുടെ ലൈനിങ് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടോപ്പിൻ്റെ നല്ല തുണി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതേ തുണി നമ്മൾ 2ആയിട്ട് ഇതുപോലെ മടക്കിയിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ ഒരു ലൈനിങ് പീസ് ഇതുപോലെ ഒന്ന് കറക്റ്റ് ലെവലാക്കി വെച്ച് കൊടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ബാക്ക് പോർഷൻ മാത്രമാണ് കട്ട് ചെയ്ത് നമ്മൾ മാറ്റിയെടുക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഫ്രണ്ട് പോർഷൻ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നത്. മെയിൻ ക്ലോത്തിൻ്റെ ഇറക്കം നമ്മുടെ ലൈനിങ്ങിനേക്കാളും കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഫ്രണ്ട് പോർഷൻ്റെ യോക്ക് ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് ഇതേ തുണി ഇതേപോലെ 2ആക്കിയിട്ടൊന്ന് മടക്കിയിട്ട് കൊടുക്കാം. ഇനി നേരത്തെ ചെയ്തതുപോലെ ഷോൾഡർ 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ആം ഹോളും കറക്റ്റായിട്ട് 6.5 ഇഞ്ചിന് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മുടെ ചെസ്റ്റിൻ്റെ അളവ് 11 ഇഞ്ചും ഇതുപോലെ മാർക്ക് ചെയ്യുക. അടിവശത്തായിട്ട് ഷേപ്പിൻ്റെ അവിടെ 7.5 ഇഞ്ചും അതിൻ്റെ കൂടെ 2.5 ഇഞ്ച് എക്സ്ട്രാ ചേർത്തിട്ട് 9.5 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ലൈനിങ് ഇതേപോലെ കറക്റ്റ് ലെവലാക്കിയിട്ടൊന്ന് വെച്ച് കൊടുത്തതിന് ശേഷം കറക്റ്റായിട്ട് ഇതേപോലെ നമുക്ക് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിനി ഇത് ഈ മാർക്ക് ചെയ്തത് ഭാഗത്തു കൂടെ ഇതേപോലെ കട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അടിയിൽ വെക്കാനായിട്ടുള്ള പ്ലീറ്റ്സിൻ്റെ ആ ഒരു തുണിയാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഇതേപോലെ നമ്മുടെ പ്ലീറ്റ്സിൻ്റെ ഭാഗം അതേപോലെ തന്നെ യോക്കിൻ്റെ ഭാഗത്തും ഇതേപോലെ 5 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം. യോക്കിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഇതേപോലെ 5 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കണം. ഇനി അതിൻ്റെ അകത്തായിട്ട് വേണം നമുക്ക് ഇതേപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് എത്രത്തോളം തുണി വേണമെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് നമ്മൾ ഇതേപോലെ ആ ഒരു 5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു പേൾപ്പിന്നെ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ ലാസ്റ്റ് മാർക്ക് ചെയ്ത ആ ഒരു 5 ഇഞ്ച് വരെ ഇതേപോലെ ഫുള്ളായിട്ട് ഇതേപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ബാക്കി വരുന്ന എക്സ്ട്രാ ഭാഗം നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് സ്ലീവ്സ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് ഇതേ തുണി 4ആയിട്ട് ഇതുപോലെ മടക്കി കൊടുക്കുക. അപ്പോൾ ലൈനിങ്ങിൻ്റെ തുണിയാണ് കേട്ടോ മടക്കിയിട്ടിട്ടുള്ളത്. അതിന് 9.5 ഇഞ്ച് വീതിയും അതേപോലെ തന്നെ 10.5 ഇഞ്ച് നീളമാണ് എടുത്തിട്ടുള്ളത്. അത് ഇതേപോലെ നമുക്ക് ഒരു ബോക്സ് പോലെ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് വരച്ചെടുക്കാം. ഇനി നമുക്ക് മേലേന്ന് ഇതേപോലെ 2 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ സൈഡിലായിട്ട് ഇതേപോലെ 3 ഇഞ്ചും കൂടി മാർക്ക് ചെയ്തിട്ട് നമ്മൾ നോർമലായിട്ട് സ്ലീവ് വരയ്ക്കുന്ന പോലെ ഇതുപോലെ കുഴിച്ചിട്ട് ഒന്ന് വരച്ചെടുക്കുക കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് പഫാണ്. പഫിനുള്ളതായിട്ട് ഇതുപോലെ 3 ഇഞ്ച് മേലേക്ക് വരയ്ക്കുക. നമ്മൾ ആ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള
ലൈൻ വരച്ചു കൊടുത്തുനിന്ന് 3 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു റാ ഷേപ്പിൽ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ആ ഒരു നോർമൽ സ്ലീവിൻ്റെ ആ ഒരു ഇതിലേക്ക് തന്നെ ആ ഒരു ലൈന് വരച്ചു കൊടുക്കാം. ഇനി താഴത്തെ 4 ഇഞ്ചാണ് വണ്ണം, അത് മാർക്ക് ചെയ്യുക. അതിൻ്റെ കൂടെ 2 ഇഞ്ച് എക്സ്ട്രാ സീം അലവൻസും കൂടി ചേർത്തിട്ട് അതും കൂടി നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു വരച്ചു കൊടുത്ത ലൈനിൽ കൂടെ ഇതേപോലെ ഈ ഒരു ലൈനിങ് ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ആദ്യം ആ ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് ഇതേപോലെ ഒരു ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ സ്ലീവ്സിൻ്റെ സെൻറ്ററിലും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കണം. ഇനി നമുക്ക് ലൈനിങ് ഇതേപോലെ നമ്മുടെ മെയിൻ ക്ലോത്തിൽ ഇതേപോലെ പേൾ പിന്ന് വെച്ചിട്ടൊന്ന് സെക്യൂർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു അളവിൽ തന്നെ കറക്റ്റായിട്ട് ഇതേപോലെ സ്ലീവ്സും കട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക കേട്ടോ. ഇനി നമുക്ക് കട്ട് ചെയ്യേണ്ടത് നെക്കാണ്. അപ്പോൾ ഫ്രണ്ടിൽ ഞാൻ സ്കാലപ്പ് നെക്കാണ് ഈ ഒരു ടോപ്പിന് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നെക്കിൻ്റെ വീതി 3 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഇറക്കം 6.5 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കുക. അടിയിൽ നമ്മൾ 3 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊരു ബോക്സ് ആക്കിയിട്ട് വരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു നെക്ക് ചെയ്തെടുക്കുന്നത് ക്യാൻവാസ് ഷീറ്റിലാണ്. അപ്പോൾ അത് എന്നിട്ട് നമുക്ക് കറക്റ്റ് ഒരു വി ഷേപ്പ് ഇതേപോലെ സ്കെയിൽ ഉപയോഗിച്ചിട്ട് വരച്ചെടുക്കാം. ഇനി സ്കാലപ്പ് ചെയ്തെടുക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇതേപോലത്തെ ചെറിയൊരു മൂടിയാണ് കേട്ടോ. നമുക്ക് വേണമെന്ന് കറക്റ്റായിട്ട് ഷേപ്പ് വരയ്ക്കാൻ അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതേപോലെ ചെയ്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ആകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഒരേ അളവിൽ ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. അതിനുശേഷം 1 ഇഞ്ച് വീതിയിൽ വീണ്ടും അപ്പുറത്തെ സൈഡ് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു ടൈപ്പ് നിങ്ങൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ. കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പിൽ തന്നെ കട്ട് ചെയ്ത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. അങ്ങനെ അതേ നമ്മുടെ ക്യാൻവാസ് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് നെക്ക് ഞാൻ നോർമലായിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതിനായിട്ട് ഇതുപോലെ 3 ഇഞ്ച് വീതിയും 4 ഇഞ്ച് ഇറക്കം ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതും ഇതേപോലെ തന്നെ ഒരു ബോക്സ് ആക്കിയിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് വരച്ചെടുക്കാം. ഞാനിത് വൈഡായിട്ടുള്ള ഒരു യു ഷേപ്പാണ് വരച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് അതും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ബാക്ക് പോർഷനാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതിൻ്റെ നല്ല വശം ഇതുപോലെ ചേർത്ത് വയ്ക്കുക. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ നെക്ക് ഒന്ന് ഇതേപോലെ ഒന്ന് പതിച്ചിട്ട് ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പിൽ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ തുണി ഒന്ന് തെന്നി പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ പേൾപ്പിന്ന് വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കഴുത്തൊക്കെ കറക്റ്റ് ഷേപ്പിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ദേ നമ്മുടെ ആ ഒരു നെക്ക് ബാക്ക് നെക്ക് ഫുള്ളായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ലൈനിങ് 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഇതേപോലെ ഒന്ന് വെട്ടിയെടുക്കാം. എന്നിട്ട് അതിൻ്റെ നടുക്കായിട്ട് ഇതേപോലെ വീണ്ടും 1/2 ഇഞ്ചിൽ നോച്ചസും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ ഇത് നല്ല വശത്തേക്ക് ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു നെക്ക് ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇതേ നമ്മുടെ ബാക്ക് നെക്ക് നല്ല വൃത്തിക്ക് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ഫ്രണ്ട് പോർഷനുള്ള ആ പ്ലീറ്റഡ് ആയിട്ടുള്ള ഭാഗമാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആ ഒരു 5 ഇഞ്ച് ഗ്യാപ്പ് വിട്ടതിന് ശേഷം ഇതേപോലെ ചെറിയ പ്ലീറ്റ്സ് നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ അടിക്കായിട്ട് ഒന്ന് ചെറുതായിട്ട് വലിച്ചതിന് ശേഷം ആ ഒരു സ്ഥലത്ത് പേൾപ്പിന് വെച്ച് സെക്യൂർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു കറക്റ്റ് വീതിക്ക് നമുക്ക് അടിയിലും മേലും കിട്ടാനായിട്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ എവിടെ വരെയാണോ നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത് അതുവരെ ഇതേപോലെ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ അതേ പ്ലീറ്റ്സ് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ പേൾപ്പിന് ഞാൻ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതിനൊന്ന് അയൺ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ അയൺ ചെയ്തെടുത്തിട്ടുള്ളത് നമ്മുടെ നോർമൽ ആയിട്ടുള്ള അയൺ ബോക്സിലാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു യോക്ക് പോർഷനും അതേപോലെ തന്നെ പ്ലീറ്റഡ് ആയിട്ടുള്ള ആ ഒരു ഭാഗം ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ടോപ്പിൻ്റെ നല്ല വശത്തിൻ്റെ ലൈനിങ് ഇതേപോലെ എടുക്കുക. ആ ഒരു സ്ഥലത്തായിട്ട് നമുക്ക് ക്യാൻവാസിൻ്റെ മിനുസുള്ള ഭാഗം ഇതേപോലെ കറക്റ്റ് ലെവലാക്കിയിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതിനൊന്ന് അയൺ ചെയ്തെടുക്കാം. അപ്പോൾ അതങ്ങനെ നമ്മുടെ ആ ഒരു ലൈനിങ്ങിൽ ഒട്ടിയിട്ട് അങ്ങനെ ഇരിക്കും കേട്ടോ. എന്നിട്ട് നമുക്കിതേ ഇതിൻ്റെ നല്ല വശം ആ ഒരു ക്യാൻവാസ് ഒട്ടിച്ച ഭാഗം കൂടി ഇതേപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതേ കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു ക്യാൻവാസിൻ്റെ ഷേപ്പിൽ തന്നെ ഈ ഒരു നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ വളരെ സാവധാനത്തിൽ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പ് കിട്ടില്ല. അങ്ങനെ അതേ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് 1/2 ഇഞ്ചിൽ അല്ലെങ്കിൽ ഒരു 1/4 ഇഞ്ചിൽ ഇതേപോലെ ഉള്ളിലത്തെ ലൈനിങ് ഇതുപോലെ ഒന്ന് വെട്ടി കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇതേ 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് ഗ്യാപ്പിൽ ഇതേപോലെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിനെ നല്ല വശത്തേക്കായിട്ടൊന്ന് മറച്ചിട്ടെടുക്കാം. ഇനി നമുക്ക് കറക്റ്റ് ഒരു ഷേപ്പ് കിട്ടാനായിട്ട് നമുക്ക് വിരൽ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കൂർത്ത എന്തെങ്കിലും കത്രിക എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കണം. കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട്.
ഇനി നമുക്ക് ഇതിൻ്റെ മേലെ കൂടെ ആയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പതിച്ച് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്കാലപ്പ് നെക്ക് നമുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഇതേ രണ്ടിൻ്റെയും നല്ല വശം ഇതേപോലെ ചേർത്ത് വെച്ച് കൊടുത്തതിന് ശേഷം അരയിഞ്ചിൽ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കായിട്ട് ഞാനിത് സ്ലീവ്സ് പഫും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ അടിയൊക്കെ ഒന്ന് മടക്കി അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് സ്ലീവ്സ് ഇതേ അരയിഞ്ചിൽ നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് 2 സ്ലീവ്സും സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. അങ്ങനെ ഇതേ നമ്മുടെ സ്റ്റിച്ചിങ് പരിപാടി ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തു, അതേപോലെ തന്നെ സ്ലീവ്സൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു പ്ലീറ്റഡ് ആയിട്ടുള്ള ഭാഗത്തിൻ്റെ അടിവശം ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് അടിവശം കറക്റ്റ് ലെവലാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അതും ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് അടിവശം, അതായത് ലൈനിങ്ങും മെയിൻ ക്ലോത്തും 1/2 ഇഞ്ചിൽ ഇതുപോലെ ഒന്ന് മടക്കി തയ്ച്ചെടുക്കാം. അതിനുശേഷം കറക്റ്റായിട്ട് നമ്മുടെ ഷേപ്പൊക്കെ മാർക്ക് ചെയ്തിട്ട് ഷേപ്പും നമുക്കൊന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പ് ഇവിടെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്താണെന്നുള്ളതൊന്ന് നോക്കാം. ഇതാണ് കേട്ടോ നമ്മുടെ ടോപ്പിൻ്റെ ഫൈനൽ റിസൾട്ട്. അപ്പോൾ ദേ ഫ്രണ്ടിലൊക്കെ പ്ലീറ്റ് നന്നായിട്ട് തന്നെ കിടക്കുന്നുണ്ട്. നമ്മൾ സാധാരണ ഒരു അയൺ ബോക്സ് വെച്ചിട്ട് ചെയ്തെടുത്താണെന്ന് തോന്നില്ല കേട്ടോ. പിന്നെ നെക്കിലായിട്ട് ഇതേപോലെ ചെറിയ രീതിയിലൊക്കെ വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സ്ലീവ്സ് കൊടുത്തിട്ട് അടിയിലായിട്ടും ഇതേപോലെ 2 സ്ലീവ്സിലും വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ആ യോക്ക് വരുന്ന ഭാഗത്തെ സ്റ്റിച്ച് കാണാണ്ടിരിക്കാനായിട്ട് ഞാൻ ഇതേപോലെ ലേസിൻ്റെ ഒരു വർക്കും കൂടി ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കൊരു പാർട്ടി വെയർ ആയിട്ട് അല്ലെങ്കിൽ കാഷ്വൽ വെയർ ഒക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ടോപ്പാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കി നോക്കുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഫോട്ടോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.